ശ്രീ അനന്തഗോപൻ, പത്മകുമാറിന്റെ വാർത്താ സമ്മേളനം അങ്ങ് കണ്ടിരുന്നോ? അങ്ങേക്കെതിരെ ചില പരാമർശങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട്. ഈ പറയുന്ന ഫോൾഡിംഗ് റൂഫ് അടക്കം അങ്ങയുടെ കാലത്ത് സ്ഥാപിച്ചത് പിന്നീട് മാറ്റേണ്ടി വന്നു, ദേവപ്രശ്നത്തിലാണ് അത് തെളിയിക്കേണ്ടി വന്നത്. മാനുവൽ അനുസരിച്ചാണോ മുൻകാലത്ത് പ്രവർത്തിച്ചത് എന്ന ചോദ്യം ഉണ്ടാകുന്നു ഈ മാനുവൽ ലംഘനത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ. ശബരിമല സന്നിധാനത്തെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് പടിപൂജ എന്ന് പറയുന്നത്. ആ പടിപൂജ നടത്തിക്കൊണ്ടിരുന്നത് മഴക്കാലത്ത് ടാർപ്പ 18-ാം പടിക്ക് മുകളിൽ വലിച്ചു കെട്ടിയാണ് നടത്തിക്കൊണ്ടിരുന്നത്. അത് ഹൈക്കോടതി തന്നെ പറഞ്ഞു അവിടെ സ്ഥായിയായ സംവിധാനം, പണ്ടൊരു സ്ഥായിയായ സംവിധാനം ഉണ്ടായിരുന്നു, അത് പൊളിച്ചു കളഞ്ഞാണ് വളരെ പണ്ട്. അതിനുശേഷം സ്ഥായിയായ സംവിധാനം ഉണ്ടാക്കണം എന്ന് ഹൈക്കോടതിയുടെ ഡയറക്ഷൻ അനുസരിച്ചാണ് അവിടെ ഫോൾഡിംഗ് റൂഫ് സ്ഥാപിച്ചിട്ടുള്ളത്. അത് എൻ്റെ കാലത്ത് അതിൻ്റെ പണി ആരംഭിച്ചു. ഇപ്പോഴത്തെ പ്രസിഡന്റ് കാലത്താണ് അതിൻ്റെ പണിയുടെ പൂർത്തീകരണം നടത്തിയത്. എൻ്റെ കാലത്തല്ല പൂർത്തീകരണം നടത്തിയത്. അപ്പോൾ അത് ഒരു അനിവാര്യമായ ഒന്നാണെന്ന് ഹൈക്കോടതി അടക്കം കണ്ടിട്ടാണ് അത് അവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. അതിനകത്ത് പ്രത്യേകിച്ച് എന്തെങ്കിലും സവിശേഷമായി ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. വിദേശത്ത് പോയി എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിന്റെ യാതൊരു തരത്തിലുള്ള സാമ്പത്തിക ചെലവും കൊണ്ടല്ല വിദേശത്ത് പോയത്. അവിടെ ഒരു സംഘടന ശബരിമല ഇൻഫർമേഷൻ സെന്റർ ആരംഭിക്കണം എന്നാവശ്യപ്പെട്ടതനുസരിച്ച് അവർ ക്ഷണിച്ചതനുസരിച്ച് ശബരിമല വിദേശത്ത് പോവുകയും അവിടെ ഇൻഫർമേഷൻ സെന്റർ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, ബോർഡ് മെമ്പർമാരും ചീഫ് എഞ്ചിനീയറും അടക്കമുള്ള ആളുകളാണ് അത്തരത്തിൽ പോയത്. അതിൻ്റെ അകത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേകമായ ഒരു പരിശോധന നടത്തേണ്ട കാര്യമുള്ളതൊന്നുമല്ല. കാരണം ദേവസ്വത്തിന്റെ ഒരു തരത്തിലുള്ള ഫണ്ട് ഉപയോഗിച്ചല്ല ആ യാത്ര നടത്തിയിട്ടുള്ളത്. അങ്ങനെ ദേവസ്വം പ്രസിഡന്റ് ആയിരിക്കുന്ന ആളുകൾ പുറത്തേക്ക് പോകാൻ പാടില്ല എന്നോ മറ്റോ മാനുവലിൽ പരാമർശമുണ്ടോ? അങ്ങ് എവിടേക്കാണ് ആ യാത്ര നടത്തിയത്? അങ്ങനെയുള്ള പരാമർശമുള്ളതായിട്ട് എന്റെ സത്യം വന്നിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ബോർഡിന്റെ തീരുമാനപ്രകാരമാണ് പോയത്. ബോർഡ് തീരുമാനിച്ചു, പക്ഷേ ബോർഡിന്റെ സാമ്പത്തിക ചെലവിന്റെ അടിസ്ഥാനത്തിലല്ല പോയത്. യാത്ര എവിടേക്കായിരുന്നു? യാത്ര അജ്മനിലാണ് ഈ സംഘടനയുള്ളത്. ആ അജ്മനിൽ ചെന്നു, ഇത് ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ പിറ്റേ ദിവസം തിരിച്ചു പോരുകയും ചെയ്തു. അല്ല, അന്ന് ദേവസ്വം ബോർഡ് ചേർന്ന് എടുത്ത ദേവസ്വം ബോർഡ് യോഗത്തിലാണ് ആ തീരുമാനമെടുത്തത്. ഉണ്ടായിരുന്നില്ല. യോഗത്തിൽ തീരുമാനമെടുത്ത് തന്നെയാണ് പോയത്. ദേവസ്വം വകുപ്പും അറിഞ്ഞിരുന്നു? ദേവസ്വം ബോർഡ് തീരുമാനിച്ചു. ദേവസ്വം വകുപ്പ് തീരുമാനിച്ച് ഈ ദേവസ്വം വകുപ്പ് അറിയേണ്ടതില്ല. അതെ, അത് ദേവസ്വത്തിന്റെ ഫണ്ട് ഉപയോഗിക്കുകയൊന്നും ചെയ്യാത്തടത്തോളം കാലം അങ്ങനെ ഒരു ഇൻഫർമേഷൻ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ശരി, അല്ല, എനിക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാണ്, അതിന്റെ ചട്ടം എന്താണെന്ന് അറിയത്തില്ലാത്തതുകൊണ്ടാണ് അത് ചോദിച്ചത്. ഇനിയിപ്പോ അതിന്റെ നാളെ ഒരു അങ്ങനെ ദേവസ്വത്തിന്റെ തീരുമാനമെല്ലാം ദേവസ്വം ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കുന്ന രീതിയൊന്നുമില്ല. ശരി, മറ്റൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പൊ ഈ വിജയ് മല്യ സ്വർണം പതിപ്പിച്ച ശ്രീകോവിൽ അടക്കമുള്ളവ സമർപ്പിച്ചതിന്റെ 98-ലെ വാർത്തകളൊക്കെ മാതൃഭൂമി ദിനപത്രത്തിൽ വന്ന ഫോട്ടോയടക്കം ഞങ്ങൾ പുറത്തേക്ക് ഇന്നലെ വിടുകയുണ്ടായി. ഇത് ദേവസ്വം രേഖകളിൽ പലതിലും 1999 എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ 2019 ആകുമ്പോൾ അത് ചെമ്പ് പാളികൾ, സ്വർണം പൂശിയ ചെമ്പ് പാളികളായി മാറുന്നു. 30 കിലോയിലധികം സ്വർണം എന്നുള്ളതാണ് അന്നത്തെ പത്രവാർത്തകളിൽ അടക്കം ഉള്ളത്. അത് പിന്നീട് ചെമ്പ് പാളികളായി മാറുന്ന ആ പ്രക്രിയ എങ്ങനെയാണ് എന്നത് വിശദീകരിക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ പത്മകുമാർ നേരത്തെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് അതൊക്കെ സ്വർണ്ണമൊക്കെ പോയി ചെമ്പൊക്കെ തെളിഞ്ഞ അവസ്ഥയിലായിരുന്നു എന്നാണ് പറഞ്ഞത്. ശരിയാണോ? അല്ല, അതിനെപ്പറ്റി എനിക്ക് ഒരു അഭിപ്രായ പ്രകടനം നടത്താനൊക്കെ അദ്ദേഹം പറഞ്ഞത് ശരിയായിട്ടുള്ള കാര്യമായിരിക്കും. എനിക്ക് അതിനെപ്പറ്റി വ്യത്യസ്ത അഭിപ്രായം, ഒരു വിവാദമാക്കി ഒരു വ്യത്യസ്ത അഭിപ്രായം പറയാനൊന്നുമില്ല. കാരണം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് ബോധ്യമുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു. അത് നമ്മൾ അംഗീകരിക്കാല്ലാതെ വേറെ അതിനകത്ത് കാര്യമില്ല. മറ്റെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അന്വേഷണം നടത്തി കണ്ടുപിടിക്കുക എന്നുള്ളതല്ലേ ഉള്ളൂ. അല്ല, ഈ ചരിത്രവുമായി ബന്ധപ്പെട്ട് അങ്ങേക്ക് വ്യക്തിപരമായ അറിവുകളില്ല? എനിക്ക് വ്യക്തിപരമായ അറിവില്ല. ശരി, വളരെയധികം നന്ദി ശ്രീ കെ. അനന്തഗോപൻ ഞങ്ങളോട് പ്രതികരിച്ചതിന്.